ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. നൃത്യന്ത്യമീശിഖിനൈഡ്യമുദാഹരിണ്യ കുർവന്തി ഗോപ്യൈവ തേ പ്രിയമീക്ഷണേന സൂക്തൈശ്ച കോകിലഗണാഗൃഹമാഗതായ ധന്യാവനൗകസ ഇയാൻ ഹി സതാം നിസർഗ. നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്ന നമ്മൾ കേട്ടു. ഇവിടെ വണ്ടുകൾ പോലും ഭഗവാനെ അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് കീർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ തൻ്റെ ചുറ്റിനുമുള്ളവയിലൊക്കെയും ആ ഭഗവത് സാന്നിധ്യത്തെ കാണുന്നത് കൊണ്ട് തന്നെ അവയൊക്കെയും ബ്രഹ്മാനന്ദ രസത്തിലാണ് ജീവിക്കുന്നത് എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. ഒരു വണ്ടിൻ്റെ കാര്യമാണ് അന്നേരം പറഞ്ഞതെങ്കിൽ ബാക്കി ഭഗവാൻ അവിടെ കണ്ട ഓരോ ജന്മത്തിൻ്റെയും സുകൃതം, ജന്മസുകൃതം, അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. നൃത്യന്ത്യമീ, നൃത്യന്തി അമിയാണ് നൃത്യന്ത്യമീ. നൃത്യന്തി എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുന്നു, നർത്തനം ചെയ്യുന്നു. അമി ഈ എന്ത് ശിഖിന, ശിഖിന എന്ന് പറഞ്ഞാൽ മയിലുകൾ. ഈ മയിലുകൾ നൃത്തം വയ്ക്കുന്നു. ഈഡ്യ എന്ന് പറഞ്ഞാൽ അല്ലയോ, സ്തുത്യ എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടേണ്ടവനെ, അല്ലയോ ഭഗവാനെ, ആദിപുരുഷനായിട്ടുള്ള ഭഗവാനെ. നോക്കൂ, ഓരോ ശ്ലോകത്തിലും ഭഗവാനെ ഇവിടെ കൃഷ്ണനുണ്ണി സംബോധന ചെയ്യുന്ന പല വിധത്തിലാണ് അല്ലേ. ആദ്യത്തെ ശ്ലോകം വന്നപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാനെ ആ കൃഷ്ണനുണ്ണി വിളിച്ചത് അമരാർച്ചിതം എന്നാണ്, ദേവന്മാരാൽ അർച്ചിക്കപ്പെടുന്നവനായിട്ടുള്ളവനെ. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാനെ അവിടുന്ന് ആദിപുരുഷനാണ്, അങ്ങനെയുള്ള ആദിപുരുഷനെയാണ് വണ്ടുകൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് വന്നപ്പോൾ ഈഡ്യ എന്നാണ് ഭഗവാനെക്കുറിച്ച് പറഞ്ഞത്. എന്താ? സ്തുതിക്കപ്പെടേണ്ടവനാണ് ഭഗവാൻ, സദാ സ്തുതിക്കപ്പെടേണ്ടവനാണ്. തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ വണ്ടുകൾ സദാ സ്തുതിക്കുന്നു, ഭജിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പറയാണ് അങ്ങനെ സ്തുതിക്കപ്പെടേണ്ടവനായിട്ടുള്ളവനെ ഈ മയിലുകളൊക്കെ ഉണ്ടല്ലോ നൃത്തം വയ്ക്കുന്നു. എന്തിനാ? മുദാ ഹരിണ്യ, മുദ അത്യന്തം സന്തോഷത്തോടുകൂടി ഈ മയിലുകളൊക്കെ നൃത്തം വയ്ക്കുന്നു ഈ കാട്ടിൽ. ഇതൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ്? ആർക്ക് കാണാനാണ്? ഭഗവാനെ അവിടത്തേക്ക് വേണ്ടിയിട്ടല്ല എങ്കിൽ ഇതെല്ലാം അവിടത്തേക്കുള്ള ഒരു സമർപ്പണമാണ് ഇവയുടെ. കഴിഞ്ഞില്ല. ഹരിണ്യ മാൻപേടകൾ കുർവന്തി ഗോപ്യ ഇവതേ പ്രിയമീക്ഷണേന. കുർവന്തി അവർ ചെയ്യുന്നു. എന്താ? ഗോപ്യ ഇവ തേ, ഗോപ്യ എന്ന് പറഞ്ഞാൽ ഗോപസ്ത്രീകൾ, ഗോപ്യ ഇവ ഗോപസ്ത്രീകളെ പോലെ. എന്താ? തേ പ്രിയമീക്ഷണേന, തേ അങ്ങേക്ക്, പ്രിയമീക്ഷണേന പ്രിയം, അങ്ങേക്ക് സന്തോഷത്തെ പകർന്നു തരുവാൻ എന്നോണം. എങ്ങനെ? ഈക്ഷണേന ഒരു നോട്ടം കൊണ്ട്. ആ ഗോകുലത്തിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഇപ്പോഴുള്ള അമ്പാടിയിലെ ഗോപസ്ത്രീകൾ എപ്രകാരമാണോ ആ മാൻമിഴിയാൾ, അവരൊക്കെ ഒരു നോട്ടം കൊണ്ട് ഭഗവാനെ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നത്. അവരൊക്കെ നോക്കുന്ന എന്തിനാ? കൃഷ്ണൻ്റെ നോട്ടം തിരികെ തങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ആ കൃഷ്ണനുണ്ണിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവരൊക്കെ ഭഗവാനെ കാണുവാനായിട്ട് എപ്പോഴും ഓടിയെത്തുന്നത്. ഇവിടെ പറയുകയാണ് ആ കൃഷ്ണനുണ്ണിയുടെ സന്തോഷത്തിനായിക്കൊണ്ടാണ് അവരൊക്കെ നോക്കുന്നത്. അങ്ങനെ ആ നോട്ടമാകട്ടെ പേടമാൻ മിഴികൊണ്ടുള്ള നോട്ടം. ഇവിടെ അതേ നോട്ടം ആ ഗോപസ്ത്രീകളെ ഇവിടെ നമ്മൾ പറയില്ലേ കോപ്പിയടിക്കുക, അവരെ കണ്ട് അതേപോലെ അനുകരിക്കുകയാണോ എന്ന് തോന്നുന്നു. ഈ പേടമാനുകളൊക്കെ ഉണ്ടല്ലോ അതേപോലെയാണ് നോക്കുന്നത് ഭഗവാനെ. അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടി, അങ്ങയുടെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഈ പേടമാനുകളൊക്കെ കടം കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടമുണ്ട് ഭഗവാനെ. ആ ഗോപികളെ പോലെ
അങ്ങയ്ക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്ന എന്തിനാ? അങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാനെ. അല്ലാതെ ഈ കാട്ടിൽ ആർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യാൻ? എല്ലാം അങ്ങയുടെ പ്രീതിക്കായിക്കൊണ്ടാണ്. സൂക്തൈശ്ച കോകിലഗണാഗൃഹമാഗതായ. സൂക്തൈശ്ച, സൂക്തൈ എന്ന് പറഞ്ഞാൽ വളരെ മധുരങ്ങളായിട്ടുള്ള കൂജനങ്ങളെ കൊണ്ട്, ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തും കൂടെ ചേർത്ത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. കോകിലഗണ. കോകിലം എന്ന് പറഞ്ഞാൽ കുയിലുകൾ. കോകിലഗണ, കുയിലുകളുടെ കൂട്ടം, ധാരാളം കുയിലുകൾ. അവർ മധുരമായി ആലാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ ഭഗവാനെ? അവിടുത്തോടുള്ള ഇഷ്ടത്തെ പറയുകയാണ്. അവിടുത്തെയാണ് ഈ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൃഹമാഗതായ, ഗൃഹം ആഗതായ, ഗൃഹം എന്ന് പറഞ്ഞാൽ ഭവനം, വീട്. ആഗതായ എത്തിച്ചേർന്ന, തേ ഗൃഹമാഗതായ ധന്യാവനൗകസ ഇയാൻ. ധന്യ, ഈ ധന്യാത്മാക്കളായിട്ട്, കൃതാർത്ഥങ്ങളായിട്ട്, ധന്യരായിട്ട്, വനൗകസ വനത്തിൽ വസിക്കുന്നവയും ധന്യരായിട്ടുള്ളവരുമായ ഇയാൻഹി സതാം നിസർഗ. ഇയാൻഹി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണല്ലോ സതാം, സത്തുക്കളുടെ, സജ്ജനങ്ങളുടെ നിസർഗ സ്വഭാവം. അപ്പോൾ ഇവിടെ പറയുകയാണ്, അല്ലയോ സ്തുതിക്കുവാൻ യോഗ്യനായിട്ടുള്ളവനെ, സ്തുതിക്കപ്പെടേണ്ടവനെ. ഈ മയിലുകളൊക്കെ അവരുടെ വീട്ട് എന്ന് പറഞ്ഞാൽ ഈ കാട്, ഈ കാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഭഗവാനെ, അങ്ങയെ, അങ്ങയുടെ പ്രീതിക്കായിക്കൊണ്ടാണ് മയിലുകളൊക്കെ ഇവിടെ നൃത്തം വയ്ക്കുന്നത്. എങ്ങനെ? വളരെ സന്തോഷത്തോടു കൂടി നൃത്തം വയ്ക്കുകയാണ്. അങ്ങയെ കണ്ടതിൻ്റെ, അതായത് അവരുടെ ഗൃഹമാണ് ആ വനം, വൃന്ദാവനം. അവിടേക്ക് അങ്ങ് ചെന്നപ്പോൾ ആ സന്തോഷത്തിൽ അവയൊക്കെ നൃത്തം വയ്ക്കുകയാണ്. ഇവിടെ കൃഷ്ണനുണ്ണി പറയുകയാണ്, ഭഗവാൻ ഇവിടേക്ക് വന്നതുകൊണ്ട് മയിലുകൾ നൃത്തം വയ്ക്കുകയാണ്. ഭഗവാൻ എങ്ങനെയാണ് വന്നത്? ഈ വൃക്ഷലതാദികൾ പൂത്തു നിൽക്കുന്നതൊക്കെ ഭഗവാനെ അവിടുത്തെ കൃപ കൊണ്ടാണ്, അവിടുത്തെ കാരുണ്യം കൊണ്ടാണ്. അപ്പോൾ അവിടുത്തെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഗോപബാലന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പറയുകയാണ്, അവിടുന്ന് ഈ മയിലുകളുടെയും കുയിലുകളുടെയും ഒക്കെ ഗൃഹമായ വനത്തിലേക്ക് വന്നതുകൊണ്ട് അതിൽ സന്തുഷ്ടരായിട്ട്, അതിൽ നിർവൃതി അടഞ്ഞിട്ട്, അങ്ങയുടെ പ്രീതിക്കായിക്കൊണ്ട്, അങ്ങയ്ക്കായിക്കൊണ്ട് മയിലുകൾ പീലി നീർത്തി ആടുന്നുണ്ട്. അതുപോലെ മാൻപേടകളാണെങ്കിൽ ഗോപസ്ത്രീകളെ പോലെ തങ്ങളുടെ കടങ്കണ്ണുകൾ കൊണ്ട് ഒന്ന് കടാക്ഷിക്കുന്നുണ്ട് ഭഗവാനെ അവിടുത്തെ. ആ കുയിലുകളാകട്ടെ കർണാനന്ദകരമായിട്ടുള്ള കൂജനം കൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നുണ്ട്. പിന്നെയോ ഇങ്ങനെ ഈ ചെയ്യുന്നതെല്ലാം ഇവിടെ പറയുകയാണ്, ഇതെല്ലാം അങ്ങയുടെ ഉപചാരത്തിനായിട്ട്, അങ്ങയുടെ പ്രീതിക്കായിക്കൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പക്ഷേ എല്ലാം അങ്ങയുടെ പ്രീതിക്കായിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, സജ്ജനങ്ങളുടെ മാർഗത്തെ ഇവർ പിന്തുടരുകയാണോ എന്ന് അറിയില്ല. സജ്ജനങ്ങളെ പോലെയാണല്ലോ ഇവർ പെരുമാറുന്നത്. സുഹൃതികൾക്ക് മാത്രമേ ഈ രീതിയിൽ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് മാത്രം സർവകർമ്മങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ. അപ്പോൾ പറയാം, സജ്ജനങ്ങളുടെ സ്വഭാവമാണല്ലോ ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നൃത്യന്ത്യമീശിഖിനൈഡ്യമുദാഹരിണ്യ കുർവന്തി ഗോപ്യ ഇവ തേ പ്രിയമീക്ഷണേന സൂക്തൈശ്ച കോകിലഗണാഗൃഹമാഗതായ
ധന്യാവനൗകസയ്യാൻ ഹി സതാം നിസർഗ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഹരിണ്യ നിസർഗ, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്തുക. അതുപോലെ നൃത്യന്ത്യമി, നൃത്യന്തി അമിയാണ്, ഇന്ത്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. അതേപോലെ പ്രിയമീക്ഷണേന, പ്രിയം ഈക്ഷണേന ആണ് മായുടെ ഇകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഗൃഹമാഗതായ, ഗൃഹം ആഗതായ ആണ് മായുടെ ആകാരം നീട്ടിയെടുക്കുക. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. ധന്യേയമദ്യ ധരണീ തൃണവീരുധസ്ത്വത്പാദസ്പൃശോ ദ്രുമലതാഃ കരജാഭിമൃഷ്ടാഃ നദ്യോദ്രയഃ ഖഗമൃഗാഃ സദയാവലോകൈർഗോപ്യോന്തരേണ ഭുജയോരപി യത്സ്പൃഹാശ്രീ. ധന്യേയമദ്യ, ധന്യ ഇയം അദ്യാണ് ധന്യേയമദ്യ. ധന്യ എന്ന് പറഞ്ഞാൽ ധന്യയാകുന്നു, അല്ലെങ്കിൽ ജീവിതം കൃതാർത്ഥമാകുന്നു എന്ന് നമ്മൾ പറയില്ല. അപ്പോൾ അങ്ങനെയുള്ള കൃതാർത്ഥയാകുന്നു ആര്? ഇയം, ഈ. അദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ഇപ്പോൾ ഈ എന്താ? ധരണി, ഭൂമി കൃതാർത്ഥയാകുന്നു. തൃണവീരുധസ്ത്വത്പാദസ്പൃശോ, തൃണവീരുധഃ ത്വത് പാദസ്പൃശഃ, ഇങ്ങനെ 3 വാക്കുകൾ വരുന്നുണ്ട് അവിടെ. തൃണവീരുധഃ എന്ന് പറഞ്ഞാൽ, തൃണം എന്ന് പറഞ്ഞാൽ പുല്ല്, പുല്ലുകളും വള്ളിക്കുടിലുകളും ഒക്കെ. ത്വത് അങ്ങയുടെ, പാദസ്പൃശഃ അങ്ങയുടെ പാദങ്ങളെ സ്പർശിക്കുന്ന അവിടെയുള്ള ആ പുല്ലുകളും വള്ളിക്കുടിലുകളും ഒക്കെയും, ദ്രുമലത മരങ്ങളും വള്ളികളുമൊക്കെയും, കരജാഭിമൃഷ്ട നഖങ്ങളാൽ, കരജ അഭിമൃഷ്ട നഖങ്ങളാൽ സ്പർശിക്കപ്പെട്ട മരങ്ങളും വള്ളികളും എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും പൂക്കളും കായ്കളും ഒക്കെ ഇറുക്കുവാൻ ഭഗവാൻ തൻ്റെ ആ മനോഹരമായ കൈകൾ കൊണ്ട് അതിൽ സ്പർശിക്കുന്നുണ്ടല്ലോ, അതും അവർക്ക് കിട്ടിയൊരു മഹാഭാഗ്യമാണ്. ആ സ്പർശന സുഖം ആ വൃക്ഷങ്ങൾക്കും ലതകൾക്കും ഏൽക്കുവാൻ കഴിഞ്ഞത്. അവരുടെ ജന്മം ധന്യമാണ്. കരജാഭിമൃഷ്ട നഖങ്ങളാൽ സ്പർശിക്കപ്പെട്ട, നദ്യോദ്രയ, നദ്യഃ അദ്രയഃ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് നദ്യോദ്രയഃ. നദ്യഃ എന്ന് പറഞ്ഞാൽ നദികളും, അദ്രയ പർവ്വതങ്ങളും. നദികളും പർവ്വതങ്ങളും, ഖഗമൃഗാ പക്ഷികളും മൃഗങ്ങളും, ഖഗം എന്നാൽ പക്ഷി. സദയാവലോകൈർ, സദയ എന്ന് പറഞ്ഞാൽ കരുണയോടുകൂടിയുള്ള, അവലോകൈർ കടാക്ഷങ്ങൾ കൊണ്ട്, അങ്ങയുടെ ആ കരുണാകടാക്ഷങ്ങൾ കൊണ്ട്, ഗോപ്യോന്തരേണ ഭുജയോരപി യത്സ്പൃഹാശ്രീ. ഗോപ്യോന്തരേണ, ഗോപ്യഃ അന്തരേണ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഗോപ്യോന്തരേണ. ഗോപ്യ എന്ന് പറഞ്ഞാൽ ഗോപികൾ, ഗോപസ്ത്രീകൾ. അന്തരേണ തങ്ങളുടെ മധ്യത്തിൽ, അതായത് ഇവിടെ അന്തരേണ എന്ന് ഉദ്ദേശിച്ചത് തങ്ങളുടെ മാറിടത്തിൽ, ഭുജയോരപി യത്സ്പൃഹാശ്രീ. ഭുജയോഹോ അപിയാണ് ഭുജയോരപി. ഭുജയോ എന്ന് പറഞ്ഞാൽ ഭുജങ്ങൾ, കൈകൾ. ഭുജയോ കൈകളുടെ മധ്യത്തിൽ. യത്സ്പൃഹാശ്രീ, യത്സ്പൃഹ എന്ന് പറഞ്ഞാൽ യാതൊന്നിനെയാണോ ആഗ്രഹിക്കുന്നത് അതിനെ. ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ ഭൂമിദേവി ഇപ്പോൾ കൃതാർത്ഥയായിരിക്കുന്നു, ധന്യയായിരിക്കുന്നു. കാരണം ഭഗവാന്റെ പാദങ്ങളെ സ്പർശിക്കുന്ന പുല്ലുകളും വള്ളിക്കുടിലുകളുമൊക്കെ കൃതാർത്ഥങ്ങളാണ്. ഭഗവാന്റെ പാദങ്ങളെ സ്പർശിച്ചതുകൊണ്ടാണ്
വൃക്ഷങ്ങളിൽ ഫലമൂലാദികൾ ഉണ്ടായത് അവിടുത്തെ കൃപയുണ്ടായത് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച വൃക്ഷലതാദികൾ നിൽക്കുന്ന ഈ ഭൂമി ഇപ്പോൾ കൃതാർത്ഥയാണ്, ധന്യയാണ്. ഭഗവാന്റെ ആ നഖങ്ങൾ അവിടെ സ്പർശിക്കപ്പെട്ടിരിക്കുന്നു. ആ മരങ്ങളിലും വള്ളികളിലും ഒക്കെ. എന്തിനാ? അവയിൽ നിന്നും കായ്കനികളും പുഷ്പങ്ങളുമൊക്കെ ഇറുത്തെടുക്കുന്നതിനായിട്ട്. അങ്ങനെയുള്ള ഭഗവാനെ അവിടുത്തെ കൃപാകടാക്ഷങ്ങളാൽ സസ്യലതാദികളും വൃക്ഷങ്ങളും മാത്രമല്ല, അവിടെയുള്ള നദികളും മലകളും മൃഗങ്ങളും പക്ഷികളും എന്നുവേണ്ട എല്ലാ പ്രാണികളും അവിടെ, എല്ലാ ചരാചരങ്ങളും അവിടെ കൃതാർത്ഥങ്ങളായിരിക്കുന്നു. നമുക്കറിയാം, രണ്ട് കൈകളുടെയും നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ നമ്മുടെ കൈകൾ നോക്കിയിട്ട്, ഉള്ളം കൈയിൽ നോക്കിയിട്ട് കരാഗ്രേ വസുദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി എന്ന് പറഞ്ഞ് നമ്മൾ ജപിക്കാറുണ്ട്. ഇവിടെ പറയുകയാണ്, ഈ ഉള്ളംകൈയിൽ നമ്മൾ കാണുന്ന ആ ലക്ഷ്മി ദേവിക്ക് മാത്രം സിദ്ധിക്കുന്ന ഒരു ഭാഗ്യമാണ് ഭഗവാന്റെ മാറിടത്തിൽ അങ്ങനെ ചേർന്ന് നിൽക്കുവാൻ. പക്ഷെ ഇവിടെയാകട്ടെ ആ മഹാലക്ഷ്മിയെ പോലെ തന്നെ ഗോപസ്ത്രീകൾക്കും അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു, അങ്ങയുടെ മാറിടത്തോട് ചേർന്ന് നിൽക്കാൻ. അതുകൊണ്ട് ലക്ഷ്മി ദേവി പോലും കൊതിക്കുന്നത് ഏതൊരു ഭഗവാന്റെ മാറിടത്തെയാണോ അതിനെ ഉള്ളംകൈയിൽ സിദ്ധിച്ചിട്ടുള്ളവരാണ് ഈ ഗോപസ്ത്രീകൾ. അങ്ങനെ അവിടെയുള്ള ഓരോ ജീവജാലത്തിനും ഭഗവാനോട് ചേരുവാൻ, ഭഗവാനോട് സംഘമുണ്ടാകുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് അവരൊക്കെ. അതുകൊണ്ട് തന്നെ ആ ജന്മം കൃതാർത്ഥരായി ഭവിച്ചവരാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ധന്യേയമദ്യ ധരണീ തൃണവീരുധസ്ത്വത്പാദസ്പൃശോ ദ്രുമലതാഃ കരജാഭിമൃഷ്ടാഃ നദ്യോദ്രയഃ ഖഗമൃഗാഃ സദയാവലോകൈർ ഗോപ്യോന്തരേണ ഭുജയോരപി യത്സ്പൃഹാശ്രീ. നോക്കൂ, ഭഗവാന്റെ സദയാവലോകൈർ, ആ കാരുണ്യ കടാക്ഷമൊന്നുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മളെ അങ്ങോട്ട് ഭഗവാനോട് ചേർക്കുകയുള്ളൂ. ആ കാരുണ്യ കടാക്ഷം, ആ അംഗസ്പർശം വേണ്ടുവോളം ലഭിച്ചവരാണ് ഇന്ന് ഭഗവാൻ ആ വൃന്ദാവനത്തിൽ കാലുകുത്തുമ്പോൾ അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും. ഇത് ഭഗവാൻ ബലരാമനോടും മറ്റുള്ള കുട്ടികളോടുമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഒരു കാര്യം ബോധ്യമാകും, ഭഗവാന്റെ കടാക്ഷമില്ലെങ്കിൽ ഒന്നും തന്നെയും ഫലവത്താകില്ല, ജീവിതം ധന്യമാകില്ല. അതിനു വേണ്ടത് ആ ഭഗവാന്റെ കൃപാകടാക്ഷമാണ്. സദയാവലോകൈർ, അതുണ്ടെങ്കിലേ നമ്മുടെ ജീവിതം ധന്യമാകൂ. അത് നമുക്ക് ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ആന്തരികമായി നമ്മുടെ ഉള്ളിൽ സ്പർശിക്കുന്ന, ഇവിടെ മാറിടത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ ആ ഭഗവാന്റെ ഒരു കാരുണ്യസ്പർശം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശാന്തി, സമാധാനം, ഒരു താമരയെപ്പോലെ പങ്കത്തിൽ നിൽക്കുമ്പോഴും പങ്കമേൽക്കാതെ, ചെളിയേൽക്കാതെ നിൽക്കുന്ന പങ്കജത്തെ പോലെ നമ്മുടെ സാഹചര്യങ്ങൾ എന്തായിരുന്നാലും അതിൻ്റെ നടുവിലും അതിന് സ്പർശിക്കുവാൻ കഴിയാതെ നമുക്ക് നിൽക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തെ ധന്യമാക്കുന്നത്. അതിന് ഭഗവാന്റെ ആ കൃപ കൂടിയേ തീരൂ എന്ന് ഗോപന്മാർക്ക്, ആ ഗോപബാലന്മാർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു.
ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധന്യേയമദ്യ, അവിടെ അദ്യ ആണ് മായുടെ ആകാരം, ശ്രദ്ധിക്കുക. അതുപോലെ തൃണവീരുധസ്ത്വത്പാദസ്പൃശോ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതേപോലെ ദ്രുമലത, കരജാഭിമൃഷ്ട, അവിടെ രണ്ടിടത്തും ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അപ്പോൾ വായിക്കുമ്പോൾ പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം, അകാരം നീട്ടിയെടുക്കുകയും വേണം. അതുപോലെയാണ് ഖഗമൃഗാ, അവിടെയും അകാരം നീട്ടിയെടുക്കുകയും വേണം, പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. പിന്നെ അടുത്തത് നദ്യോദ്രയ, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക, പകുതി ഹകാരത്തിൽ വായിക്കുക. സദയാവലോകൈർഗോപ്യോന്തരേണ, അതും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ഇനി അത് ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ സദയാവലോകൈ, അത് അവിടം വരെയെങ്കിലും അത് ചേർത്ത് വായിച്ചിട്ട് അവിടെ പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക, വിസർഗം കൊടുത്തിട്ട്. എന്നിട്ട് താഴെ ഗോപ്യോന്തരേണ, അവിടെയും ഗോപ്യോന്തരേണ വിശ്ലേഷണമുള്ളത് കൊണ്ട് ഓകാരം നീട്ടിയെടുക്കുക. ശ്രീ, അവിടെ ഇകാരം നീട്ടിയെടുക്കണം, വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.